നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് UDF കോൺഗ്രസ് ക്യാമ്പുകൾക്ക് ഊർജ്ജം പകരുന്നതായിരുന്നു പുതിയുഗ യാത്രയുടെ സമാപന വേദിയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങളും പ്രസംഗവും. വനിതകൾ, യുവജനങ്ങൾ, മുതിർന്ന പൗരന്മാർ എന്നിവരെ ലക്ഷ്യം വെച്ച് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കളമറിഞ്ഞുള്ള പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ജനകീയ പ്രഖ്യാപനം നടത്തിയ സർക്കാർ മോഡലിലുള്ള ബദലായും വിശേഷിപ്പിക്കുന്നവരുണ്ട്. രാഷ്ട്രീയ പ്രസംഗത്തിലൂടെ CJP ആരോപണവും രാഹുൽ ഗാന്ധി സജീവമാക്കി. is a free bus travel for all women in KSRTC buses. Up to 5 lakh interest-free loans for youngsters who want to start their businesses. Dedicated ministry for senior citizens' welfare. സമാപന വേദിയിൽ രാഹുൽ ഗാന്ധിയുടെ കർണാടക തെലങ്കാന മോഡൽ പ്രഖ്യാപനം പ്രതീക്ഷിച്ചതാണ്. വനിതകൾക്ക് സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ, ക്ഷേമ പെൻഷനിൽ സ്വപ്നവർദ്ധന, ആരോഗ്യ സുരക്ഷാ പദ്ധതിയും യുവജനങ്ങൾക്ക് പലിശരഹിത വായ്പയും, വയോജനങ്ങളെ ചേർത്തു നിർത്തുന്ന പുതിയ മോഡൽ, വിവിധ വിഭാഗങ്ങളെ തെരഞ്ഞെടുപ്പിൽ ആകർഷിക്കാനുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം നേരിട്ട് നൽകുന്ന ഉറപ്പെന്ന ആത്മവിശ്വാസവും മുന്നോട്ട് വയ്ക്കുന്നു. പുതുയുഗ യാത്രയുടെ റിപ്പോർട്ടായി മണ്ഡലങ്ങളിൽ ഇക്കാര്യം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മുൻപേ അവതരിപ്പിക്കും. ഭരണമാറ്റമെന്ന അനിവാര്യത ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ കൂടിയാണ് രാഹുലിന്റെ 5 പ്രഖ്യാപനങ്ങൾ. കഴിഞ്ഞില്ല. രാഷ്ട്രീയ വിമർശനത്തിലും പുത്തരിക്കണ്ടത്തെ വേദിയിൽ രാഹുൽ മയം കാണിച്ചില്ല. ഇന്ത്യ സഖ്യം ചർച്ചയായപ്പോഴത്തെ തലോടൽ വിമർശനമല്ല, CPIM BJP കൂട്ടുകെട്ടെന്ന പതിവ് വിമർശനത്തിൽ ഒതുക്കാതെ പിണറായിയെ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന കടന്നാക്രമണം. തന്റെ കേസുകൾ എണ്ണി പിണറായി വിജയനെ ED തൊടാത്തതിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്നും പ്രഹരം. Mr. Modi is controlled by President Trump. And the exact same way that Mr. Trump controls Mr. Modi controls the Chief Minister of Kerala. In Kerala, it is not the CPM and the BJP. It is the CJP. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രസംഗത്തിന് സ്വാഭാവികമായും CPIM മറുപടി പറയും. വയനാട് പുനരധിവാസവും പ്രിയങ്ക ഗാന്ധിയും പതിവിലും ശക്തിയായി ഉയർത്തും. രാഹുലിന്റെ പ്രഖ്യാപനത്തിന്റെ മറുപടിയായി ചർച്ചയാവുക 2 പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടുകളാകും. പക്ഷേ ഒന്നുറപ്പ്, പുത്തരിക്കണ്ടത്ത് ഇന്നലെ കണ്ട UDF വേദി UDF കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും രാഷ്ട്രീയ ആത്മവിശ്വാസമാണ്. പക്ഷേ UDFിലെ തമ്മിലടിയെക്കുറിച്ചും രാഹുൽ പരാമർശിച്ചിരുന്നു. ചില നൃത്തങ്ങൾ വ്യക്തിഗത നൃത്തങ്ങളാണെന്നും സംഘനൃത്തം ഗുണം ചെയ്യുമെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് വേദിയിലുണ്ടായത്. കലഹങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയാൽ തിരഞ്ഞെടുപ്പ് UDFിന് അനായാസമാകും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.